എല്ലാവർക്കും ബിനുസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുന്നതിനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് നോക്കാം. ഇതാണ് അതിന്റെ സോഴ്സ് കോഡ്. ആദ്യം തന്നെ നമ്മൾ ഹെഡർ ഫയൽ എഴുതുന്നു, #include iostream, then using namespace std semicolon. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്തിരിക്കണം. എത്ര ബ്രാക്കറ്റ്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്, ദ സെയിം നമ്പർ ഓഫ് ബ്രാക്കറ്റ്സ് തന്നെ ക്ലോസ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരുന്നതാണ്. മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, അതിനകത്തായിട്ട് രണ്ട് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. n സം ഈക്വൽ ടു 0. n എന്ന് പറയുന്ന വേരിയബിൾ നമുക്കറിയാം n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് കാണേണ്ടത്. അപ്പം എത്രയാണോ നമ്പർ ആ n സേവ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ സം ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം സം ആയതുകൊണ്ട് സമ്മിന്റെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. then എൻ്റർ ദ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സം ചെയ്യേണ്ട നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഏതാണോ അത് എൻ്റർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻപുട്ട് ഓപ്പറേറ്റർ n സെമിക്കോളൻ. അതിനുശേഷം ഇവിടെ നമ്മൾ സം കാണുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഇതാണ് നമ്മുടെ ചെക്കിംഗ് കണ്ടീഷൻ. ദെൻ i++, ഇവിടെ i സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, നമ്മൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. സ്മോൾ ലെറ്റർ i++, ദെൻ സം ഈക്വൽ ടു സം പ്ലസ് i. ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യുന്നു, ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 4 ആണ് കൊടുക്കുന്നതെങ്കിൽ ദ സം ഓഫ് ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് ഈസ്. ആ ഒരു രീതിയിൽ വരുന്നതിന് വേണ്ടിയാണ് ഇവിടെ n ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല സം എന്ന വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വരേണ്ടത്. കൃത്യമായല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഡബിൾ കോട്ട്സിനകത്ത് എഴുതുന്ന കാര്യം അതുപോലെ തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഈ എന്നിന്റെ വാല്യൂ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവിടെ വരുന്നത്. അതുപോലെ സം എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പ്. സപ്പോസ് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ എന്നിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് 3 ആണെന്ന് വിചാരിക്കുക. അതുപോലെ സമ്മിന്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം ആ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യുമ്പോൾ i ഈക്വൽ ടു 1 ആയിരിക്കും. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന n. സോ 1 ലെസ് ദാൻ 3 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്, എൻ്റർ ആവുന്നു. അതായത് സം ഈക്വൽ ടു സം പ്ലസ് i. സമ്മിന്റെ വാല്യൂ 0 ആയിരുന്നു. 0 പ്ലസ് 1 ഈക്വൽ ടു 1. ഐയുടെ വാല്യൂ 1 ആണ്. ഈ ഒരു ലൂപ്പ് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1-ൽ നിന്ന് 2 ആയിട്ട് മാറും. അടുത്ത ഐറ്ററേഷനിലേക്ക് വരുമ്പോൾ i ഈക്വൽ ടു 2. 2 ലെസ് ദാൻ 3 ആണോ, അല്ലെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ 2 ലെസ് ദാൻ 3 ആണ്. ലൂപ്പ് കണ്ടീഷൻ കറക്റ്റ് ആണ്. സം ഈക്വൽ ടു സം പ്ലസ് i. നമുക്കറിയാം ആദ്യത്തെ ലൂപ്പ് കഴിഞ്ഞപ്പോൾ സമ്മിന്റെ വാല്യൂ 1 ആയി. 1 പ്ലസ് i, ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താ 2 ആണ്. 1 പ്ലസ് 2 ഈക്വൽ ടു 3. ഈ ഒരു ലൂപ്പ് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? 2-ൽ നിന്ന് 3 ആയി മാറിയിട്ടുണ്ടാവും. സോ i ഈക്വൽ ടു 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ 3 ഈക്വൽ ടു 3 ആണ്. അപ്പോഴും കണ്ടീഷൻ ശരിയാണല്ലോ. അപ്പോൾ സമ്മിന്റെ വാല്യൂ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. സം ഈക്വൽ ടു സം പ്ലസ് i. സമ്മിന്റെ വാല്യൂ 3 ആണ്, ഐയുടെ വാല്യൂ 3 ആണ്. സോ 3 പ്ലസ് 3 ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോഗ്രാം ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ലോജിക് ആണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് തന്നെ കൊടുക്കുക, അല്ലേ? കാരണം നിങ്ങളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ നിങ്ങളെ വിട്ടുപോയാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ലൂപ്പ് വരുമ്പോഴേക്കും 3 ലെസ് ദാൻ 3 ആണോ? അല്ല. അപ്പോൾ ആ കണ്ടീഷനോട് വർക്ക് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് റിസൾട്ട് നമുക്ക് അവിടെ ലഭിക്കില്ല. അപ്പോൾ എപ്പോഴും എങ്ങനെയാണോ പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കണ്ടീഷൻസ് കൊടുക്കാനായിട്ട്. അത് ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. നമുക്കൊരു 10 പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ എക്സാമിന് അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് പ്രോഗ്രാമിന് ഫുൾ മാർക്സ് തന്നെ ലഭിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ സമ്മിൽ ഈക്വൽ ടു 6 എന്ന വാല്യൂ നമുക്ക് കിട്ടും. അതായത് നമ്മൾ 3 ആണ് എൻ്റർ ചെയ്തത് ഇവിടെ, അല്ലേ? അതായത് 1 പ്ലസ് 2 പ്ലസ് 3 ഈക്വൽ ടു 6. അതായത് സം ഓഫ് 3 നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് റൺ ചെയ്യാം. ഞാനിവിടെ ഓൺലൈൻ C++ കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. സോ എൻ്റർ ദ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സം. ഇവിടെ ഞാനൊരു
ഫസ്റ്റ് നമുക്ക് ചെറിയൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് നോക്കാം. 5 ക്ലിക്ക് ചെയ്തു, അതിനുശേഷം എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നാച്ചുറൽ നമ്പേഴ്സ്, നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഞാനൊരു 100 കൊടുത്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 5050 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, +2 അതുപോലെ +1 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ആ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് C++ പ്രോഗ്രാംസിൽ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഓൺലൈനായിട്ട് ലൈവ് ആയിട്ടുള്ളൊരു ക്ലാസ്, ഒരു 1 അവർ സെഷൻ, 1 അവർ ഓർ 1.5 അവർ സെഷൻ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 159 റുപ്പീസിന് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഇത്ര സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രോഗ്രാംസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട്സും ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്